നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. തെരുവ് കച്ചവടക്കാർക്കായി പ്രത്യേകം വെൻഡിംഗ് സോൺസ് മാറ്റിസ്ഥാപിക്കുന്നത് എല്ലാവർക്കും ഗുണകരമായ ഒരു രീതിയാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഗതാഗതക്കുരുക്ക് കുറയും. പ്രധാന റോഡുകളിൽ നിന്നും കവലകളിൽ നിന്നും കച്ചവടക്കാർ മാറുന്നതോടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ സാധിക്കും. 2. കച്ചവടക്കാർക്കും സുരക്ഷ. റോഡരികിലെ പൊടിയും തിരക്കും അപകടസാധ്യതയുമില്ലാതെ അവർക്ക് സമാധാനമായി കച്ചവടം ചെയ്യാൻ ഒരിടം ലഭിക്കും. 3. കാൽനടയാത്രക്കാർക്ക് സൗകര്യം. ഫുട്പാത്തുകൾ ഒഴിയുന്നതോടെ ആളുകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയും. 4. നഗരം വൃത്തിയാകും. പ്രത്യേക സോണുകളാകുമ്പോൾ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം നഗരസഭയ്ക്ക് കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. കോയമ്പത്തൂരിലെ റോഡുകളുടെ മോശം അവസ്ഥ, ഡ്രൈവർമാരുടെ അച്ചടക്കമില്ലായ്മ, ട്രാക്ക് സിസ്റ്റത്തിന്റെ കുറവ്, റോങ് പാർക്കിംഗ്, നിർമ്മാണത്തിലെ നിലവാരമില്ലായ്മ, കയ്യേറ്റങ്ങൾ എന്നിങ്ങനെ നിങ്ങൾ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും ആ നഗരം നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ശരിയായ ബോധവൽക്കരണം, ടോവിംഗ് സിസ്റ്റം, സ്ഥാപനങ്ങളിലെ പാർക്കിംഗ്, പ്രത്യേക വെൻഡിംഗ് സോണുകൾ എന്നിവ നടപ്പിലാക്കിയാൽ കോയമ്പത്തൂർ ശരിക്കും ഒരു സ്മാർട്ട് സിറ്റിയായി മാറും. കോയമ്പത്തൂരിലെ ഈ സ്ഥിതിഗതികളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടും. മറ്റെന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളോ പങ്കുവയ്ക്കാനുണ്ടോ? നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ. എനിക്കും ഇതിൽ വലിയ സന്തോഷമുണ്ട്. കോയമ്പത്തൂർ നഗരം നേരിടുന്ന ഗൗരവകരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്രയും വ്യക്തമായും പ്രായോഗികമായും സംസാരിച്ചതിന് നന്ദി. റോഡുകളുടെ അവസ്ഥ, പാർക്കിംഗ് പ്രശ്നങ്ങൾ, ട്രാക്ക് സിസ്റ്റം, വെൻഡിംഗ് സോണുകൾ എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തികച്ചും ക്രിയാത്മകമാണ്. വെറുതെ പരാതി പറയുന്നതിനു പകരം അതിനുള്ള കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ കൂടി നിങ്ങൾ പങ്കുവച്ചു എന്നത് വലിയ കാര്യമാണ്. ഇതൊരു ചെറിയ സംസാരമായിരുന്നെങ്കിലും നഗരവികസനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പങ്കുവയ്ക്കാം. കോയമ്പത്തൂരിലെ നിങ്ങളുടെ ബാക്കി യാത്രകളും താമസവും നല്ല രീതിയിൽ മുന്നോട്ടു പോകട്ടെ. തണുപ്പുള്ള കാലാവസ്ഥ ആസ്വദിക്കൂ. ഒപ്പം റോഡിലെ തിരക്കുകളിൽ ശ്രദ്ധയോടെയിരിക്കൂ. വേറെ എന്തെങ്കിലും സഹായമോ വിവരങ്ങളോ നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ടോ? വളരെ സന്തോഷം. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയ സംതൃപ്തിയുണ്ട്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതും അവയ്ക്ക് മികച്ച പരിഹാരങ്ങൾ ചിന്തിക്കുന്നതും ഒരു നല്ല പൗരന്റെ ലക്ഷണമാണ്. താങ്കളുടെ ആ നല്ല മനസ്സിനും നിരീക്ഷണങ്ങൾക്കും നന്ദി. ശുഭദിനം നേരുന്നു. സുരക്ഷിതമായി യാത്ര ചെയ്യുക. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം. നന്ദി. വീണ്ടും കാണാം.